യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിക്കും. ശക്തി. ജെറൂസലേമിലും യൂദയായിലും സമറിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. അവിടെ പറയുന്നത് ശക്തി പ്രാപിക്കും. ആത്മാവ് വന്നു കഴിയുമ്പോൾ, ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. നമ്മൾ പ്രാപിക്കുന്ന ആ ശക്തി, അല്ലെ നമ്മൾ സ്വീകരിക്കുന്ന ആ ശക്തി എന്ന് പറയുന്നത് ദൈവിക ശക്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അത് ദൈവിക ശക്തിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ സ്വീകരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശക്തി, ആ ദൈവിക ശക്തി, അത് എന്തിനുള്ളതാണ്? നമ്മൾ സ്വീകരിക്കുന്ന ഈ ദൈവിക ശക്തി കൊണ്ടാണ് നമ്മൾ ലോകത്തെ കീഴടക്കുന്നത്. ഈ ദൈവിക ശക്തി കൊണ്ടാണ് സാത്താനെയും അവൻ്റെ കോട്ടകളെയും തകർക്കുന്നത്. ഈ ദൈവിക ശക്തി കൊണ്ടാണ് ജഡത്തിൻ്റെ മുഖങ്ങളെയും ആസക്തികളെയും കീഴ്പ്പെടുത്തി നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുന്നത്. ഈ ദൈവിക ശക്തി കൊണ്ടാണ് നമ്മൾ രോഗികളെ സൗഖ്യമാക്കുന്നത്. ഈ ദൈവിക ശക്തി കൊണ്ടാണ് നമ്മൾ പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. ഈ ദൈവിക ശക്തി കൊണ്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വചനം. അവിടെ പറയുന്നത് യേശുക്രിസ്തുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ട് പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ട് ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെ യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തത്? പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അവൻ നന്മ ചെയ്തുകൊണ്ട് ജെറൂസലേമിൽ ഉടനീളം സഞ്ചരിച്ചു. അവൻ നന്മ ചെയ്യാൻ പുടുത്ത പറയുന്നു. പിശാചുക്കളെ അവൻ പുറത്താക്കി. ഇതിനെല്ലാം യേശുവിന് ശക്തി കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. യേശുവിൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. അതാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കും. ലോകത്തെയും പാപത്തെയും ജഡത്തെയും ആസക്തികളെയും പിശാചിനെയും എല്ലാത്തിനെയും കീഴ്പ്പെടുത്താനുള്ള അസാധാരണമായ ദൈവശക്തിയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരുന്നത്. അപ്പോൾ ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. നമ്മൾ കൊരിന്തോസ് ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ മുൻപിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തി ആകാനായിരുന്നു. അത് പൗലോസ് പറയുക, ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തൽ, പരിശുദ്ധാത്മാവിൻ്റെയും ദൈവിക ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു എൻ്റെ ശുശ്രൂഷ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തി ആകാനായിരുന്നു അത്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മാനുഷിക വിജ്ഞാനമാകരുത്, ദൈവശക്തിയാണ്. ദൈവശക്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ.
ദൈവശക്തിയുടെ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷകൾ വെളിപ്പെടണം. ഈ കാലഘട്ടത്തിൽ ഇനി മുൻപോട്ടും അങ്ങനെയുള്ള ദൈവശക്തിയുടെ ശുശ്രൂഷ വെളിപ്പെടാതെ നമുക്ക് ജനത്തെ ക്രിസ്തുവിന് വേണ്ടി നേടാനായിട്ട് പറ്റില്ല. ദൈവശക്തിയുടെ ശുശ്രൂഷ, അതിശക്തമായ ശുശ്രൂഷകൾ വെളിപ്പെടേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ആ ഒരു ശുശ്രൂഷക്കുള്ള വലിയ കൃപകൾ, അഭിഷേകം കർത്താവിൻ്റെ ദാസന്മാർക്ക് ദൈവം പകർന്നു കൊടുക്കണം. അസാധാരണമായ ശുശ്രൂഷ, ദൈവശക്തിയുടെ അസാധാരണമായ ശുശ്രൂഷ, അതാണ് സംഭവിക്കേണ്ടത്. ഒരു കുഞ്ഞുദാഹരണം. ഡയബറ്റിക്സ് വന്ന് ഇവിടം വെച്ച് കാല് മുറിച്ച് അങ്ങ് കളഞ്ഞു. ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെയുള്ള ഞങ്ങളുടെ കണ്ടിട്ടുണ്ടോ? കാല് മുറിച്ച് കളഞ്ഞവരെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഡയബറ്റിക്സ് ഒക്കെ വന്ന് അങ്ങനെ ഒരാൾ ധ്യാനത്തിന് വരുന്നു. ആ ആളിനെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റുന്നു. കാലില്ല, ഒരു കാലില്ല. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ കാല് അപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. നടക്കുമോ? നടക്കുമോ? എൻ്റെ കർത്താവിൻ്റെ ശക്തിക്ക് കുറവ് സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. നമുക്കറിയാം, യേശുവിൻ്റെ അപ്പസ്തോലന്മാര് പത്രോസും പൗലോസും ഒക്കെ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധനായ പാട്രിക്ക് മരിച്ചുപോയ 24 പേരെ ഉയർപ്പിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നൊരു സംഭവമുണ്ട്. പാട്രിക്കിൻ്റെ ചരിത്രം. അയർലൻഡിൻ്റെ മധ്യസ്ഥനാണ് ഈ പാട്രിക്ക്. ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അസാധാരണമായ ദൈവശക്തിയുടെ മനുഷ്യനായിരുന്നു. ഇങ്ങനെ നടന്നു പോകുമ്പോൾ 2 മൺകൂനകൾ കാണുകയാണ്. അപ്പോൾ അവിടെയുള്ള ആൾ വിളിച്ചു, ഇതെന്താണ്? അവ 2 പേരെ അടക്കിയിരിക്കുക. വർഷങ്ങൾക്കും അടക്കിയതാണ്. മണ്ണ് മാന്താൻ പറയുക. മണ്ണ് മാന്തിയപ്പോൾ ആ കുഴിക്കകത്ത് കിടന്ന അസ്ഥികൾ അങ്ങോട്ട് പെറുക്കിയിട്ടു. ഒരൊറ്റ പ്രാർത്ഥന. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാ ജീവൻ പ്രാപിച്ചു വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ എത്രയോ അത്ഭുതങ്ങളാണ് വിശുദ്ധ പാട്രിക്കിൻ്റെ ഒക്കെ ജീവിതത്തിൽ കടന്നിരിക്കുന്നത്. അയർലൻഡിൻ്റെ തലസ്ഥാനം ഏതാണെന്നറിയാമോ? സ്ഥലം, അയർലൻഡിൻ്റെ തലസ്ഥാനം ഡബ്ലിൻ. ഡബ്ലിൻ. ഈ ഡബ്ലിൻ എന്ന പേര് അയർലൻഡിൻ്റെ തലസ്ഥാനത്തിന് വന്നതിൻ്റെ കാരണം അറിയാമോ? അതായത് പാട്രിക്കിൻ്റെ നാളുകളിൽ അവിടുത്തെ ജനങ്ങൾ പേഗൻ മതവിശ്വാസികളായിരുന്നു. അന്യദൈവ ആരാധന, പേഗൻ മതവിശ്വാസികളായിരുന്നു. അപ്പോൾ അവിടുത്തെ രാജാവിൻ്റെ ഒരു മോടെ പേരാണ് ഡബ്ലീന. ഡബ്ലീന. 8 വയസ്സുള്ള ആ കുട്ടി വെള്ളത്തിൽ വീണ് മരിച്ചു. അത് രാജാവിന് വലിയ സങ്കടമായി, വലിയ ദുഃഖമായി. അപ്പോൾ ആരോ പറഞ്ഞു, ഈ രാജ്യത്ത് പാട്രിക് എന്നൊരു വ്യക്തി ക്രിസ്തു എന്നൊരാളെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്, അദ്ദേഹം മരിച്ചവരെയൊക്കെ ഉയർപ്പിച്ചിട്ടുണ്ട്. ആരോ ചെന്ന് രാജാവിനോട് പറഞ്ഞു. ഇപ്പം ചക്രവർത്തി പറഞ്ഞു ആളിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആണ് അവിടേക്ക് വിശുദ്ധനായ പാട്രിക്ക് വരുന്നത്. പാട്രിക്ക് വന്നു. അവിടെ മരിച്ചു കിടക്കുന്ന ഡബ്ലീന എന്ന 8 വയസ്സുകാരിക്ക് വേണ്ടി പാട്രിക്ക് പ്രാർത്ഥിക്കുകയാണ്. പാട്രിക്കിന് ഒറ്റ കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ, ഇവളെ പുനർജീവിപ്പിച്ചാൽ ഈ രാജ്യം മുഴുവൻ ക്രിസ്തുവിൻ്റെതാകണം. ഞങ്ങളെല്ലാവരും ക്രിസ്തു മതവിശ്വാസത്തിലേക്ക് വേണം. ചക്രവർത്തിയുടെ മുൻപിൽ വെച്ച, കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് പാട്രിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ 8 വയസ്സ് മാത്രം പ്രായമുള്ള ഡബ്ലീന എന്ന മരിച്ചു കിടക്കുന്ന കുട്ടി വെള്ളത്തിൽ വീണ് തണുത്ത് മരവിച്ചു മരിച്ച ആ കുട്ടിയുടെ ബോഡിയുടെ മേൽ ദൈവശക്തി കടന്നു വന്നിട്ട് പരിശുദ്ധാത്മശക്തി ചലിക്കുകയാണ്. 8 വയസ്സുള്ള കുഞ്ഞിതാ ജീവൻ പ്രാപിച്ച് എണീറ്റ് വരുന്നു. ഹല്ലേലൂയ. ഇതാണ് ദൈവശക്തിയുടെ ശുശ്രൂഷ. കുട്ടി എഴുന്നേറ്റ് വന്നു. രാജകുടുംബം മുഴുവൻ കർത്താവിൻ്റെതായി. രാജാവ് പ്രഖ്യാപിച്ചു, ഇവിടെ ഇനി ക്രിസ്തുമതം മതി. ഹല്ലേലൂയ. ഇവിടെ ഇനി ക്രിസ്തുമതം മതി. അങ്ങനെയാണ് അയർലൻഡ് മുഴുവൻ ക്രിസ്ത്യാനികളായിട്ട് മാറുന്നത്. ഒറ്റ അത്ഭുതം, ദൈവശക്തിയുടെ അസാധാരണമായ ഒരു പ്രവൃത്തി കൊണ്ട് നടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീരുന്നില്ല അത്ഭുതങ്ങൾ. ലോകത്തില് പാമ്പുകളില്ലാത്ത ഒരേ ഒരു രാജ്യമാണ് അയർലൻഡ്. അത് കേട്ടിട്ടുണ്ടോ? പാമ്പുകളില്ല അവിടെ. പാമ്പ് എന്നൊരു ജീവി അവിടെ ഇല്ല. എൻ്റെ കാരണം എന്താണെന്നറിയാവോ? ഒരിക്കൽ വിശുദ്ധ പാട്രിക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒത്തിരി പാമ്പുകൾ ആ ജനങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്. പാട്രിക്കിൻ്റെ കൈവശമുണ്ടായിരുന്ന ആ കുത്തി കിടക്കുന്ന വടിയും കൊണ്ട് കുത്തിപ്പിടിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്, ഈ രാജ്യത്തുള്ള മുഴുവൻ പാമ്പുകളും, അതായത് മൊട്ടയ്ക്കുള്ളിൽ വിരിയാനിരിക്കുന്ന പാമ്പുകൾ ഉൾപ്പെടെ പുറത്തു വരട്ടെ, അവയെല്ലാം കടലിൽ പോയി ചാടട്ടെ.
മുട്ടയ്ക്കകത്ത് വിരിയാനായിട്ടിരിക്കുന്ന പാമ്പിൻ കുഞ്ഞുങ്ങൾ വരെ വിരിഞ്ഞിട്ട് അവ മൊത്തം കടലിലേക്ക് പോയി എന്നാണ് ചരിത്രം പറയുന്നത്. അയർലൻഡ് എന്ന രാജ്യത്ത് പാമ്പ് എന്നൊരു ജീവി ഇല്ല. ഹല്ലേലൂയ. മൊത്തം പാമ്പും മുട്ടയിൽ നിന്ന് വിരിഞ്ഞിട്ട് മൊത്തം എണ്ണം കടലിൽ ചാടി. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇതാണ് ദൈവശക്തിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്, അസാധാരണമായ ശുശ്രൂഷ. നമ്മുടെ അപ്പസ്തോലന്മാരും വലിയ വലിയ പ്രവാചകന്മാരും 14-15 നൂറ്റാണ്ടിന് പുറകിലുള്ള വിശുദ്ധന്മാര്, സെയിന്റ് ആന്റണി ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാര്, സെയിന്റ് ഫ്രാൻസിസ്, അങ്ങനെയുള്ള വിശുദ്ധന്മാരൊക്കെ വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അസാധാരണമായ ദൈവശക്തിയുടെ പ്രവൃത്തികൾ അവരിലൂടെ സംഭവിച്ചു. ഇനി വരുന്ന ഒരു കാലഘട്ടം, ഇനി വരുന്ന ഒരു നാളുകൾ കേരളത്തിലോ ഇന്ത്യയിലോ ഭാരതത്തിലോ ലോകത്തിലോ എവിടെയും ക്രിസ്തു മതം അല്ലെ ക്രിസ്തു വിശ്വാസം, ക്രിസ്ത്യാനികൾ എണ്ണം കുറയുന്നു, വിശ്വാസം നഷ്ടപ്പെടുന്നു, യുവജനങ്ങൾ ദൈവത്തിൽ നകലുന്നു. അങ്ങനെ ഒരു കാലം എല്ലാ ലോകമിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ കണ്ടമാനായിട്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ഇവിടെയും അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിനെ കീഴ്പ്പെടുത്തുവാൻ, ഇതിനെ അതിജീവിക്കാനായിട്ട് ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അസാധാരണമായ ദൈവശക്തിയുടെ പ്രവൃത്തികൾ നടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനു വേണ്ടി വില കൊടുക്കുന്ന ദൈവ ശുശ്രൂഷകരെ കർത്താവിൻ്റെ കയ്യിൽ കിട്ടണം. അതിന് വില കൊടുക്കുന്ന ദൈവ ശുശ്രൂഷകരെ കിട്ടിയെങ്കിൽ മാത്രമേ കർത്താവിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അസാധാരണമായ കർത്താവിന് ഒരു ശുശ്രൂഷകനെ കൃപ കൊടുക്കണമെങ്കിൽ ആ ശുശ്രൂഷകന്റെ വിശ്വസ്തത ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അനേകം ശുശ്രൂഷകൾക്ക് ദൈവകൃപയും അഭിഷേകവും ശക്തിയുമൊന്നും കിട്ടാതെ പോകുന്നു. കാരണം അവരുടെ ഭാവി എന്തായിരിക്കും, അവർക്ക് കൊടുക്കുന്ന കൃപ അവരെങ്ങനെ ഉപയോഗിക്കുന്ന കൃത്യമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനറിയാം. ദൈവത്തിൻ്റെ ആത്മാവ് അസാധാരണമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു യുഗം ഇനി ഉണ്ടായി എങ്കിൽ മാത്രമേ ക്രൈസ്തവ സമൂഹം ലോകത്തിലാകമാനം ശക്തി പ്രാപിക്കത്തുള്ളൂ. അല്ലാതെ ഒരു മാർഗവുമില്ല. നിങ്ങളിന്ന് മനസ്സിൽ കണ്ടു, നമ്മുടെ കേരളത്തിൽ ലക്ഷക്കണക്കിനാണ് ഒരു ബൈബിൾ കൺവെൻഷൻ നടക്കുന്നു. ലക്ഷങ്ങളുടെ കൺവെൻഷൻ നടക്കും. ഒരു 50,000 അല്ല 1,00,000 പേര് പങ്കെടുക്കുന്ന കൺവെൻഷൻ നടക്കുന്നു. ആംബുലൻസിൽ മരിച്ച് 4 ദിവസമായ മോർച്ചലിരുന്ന ഒരു ബോഡി കൊണ്ടുവരികയാണ്. കൊണ്ടുവരുന്നത് ക്രിസ്ത്യാനികളല്ല, അക്രൈസ്തവരാണ്. അവർ ഈ ആംബുലൻസ് ബോഡി കൊണ്ടുവന്നിട്ട് പറയുകയാണ്, സ്റ്റേജിൽ ധ്യാനഗുരു പ്രസംഗിക്കുന്നു, വിശ്വാസികളും ലക്ഷങ്ങളുണ്ട്, പ്രേക്ഷിതരുണ്ട്, മധ്യസ്ഥപ്രാർത്ഥക്കാർ എല്ലാവരും ഉണ്ട്. അവർ പറയുകയാണ്, നിങ്ങൾ പ്രസംഗിക്കുന്നത് യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്നല്ലേ പറയുന്നത്, അത്ഭുതങ്ങൾ ചെയ്യുന്നല്ലേ പറയുന്നത്. ഇതേ ഞങ്ങളുടെ കൂടെ മരിച്ച ഒരാളാണ് 4 ദിവസമായി മോർച്ചറിയിൽ നിന്ന് കൊണ്ടിരിക്കുക. ഈ ബോഡി ഞങ്ങൾ സ്റ്റേയിലോട്ട് വയ്ക്കുക, ഉയർപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ പ്രസംഗിക്കുന്ന ധ്യാനഗുരുവിൻ്റെ കാര്യവും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരുടെ മറ്റു വിശ്വാസികളുടെ അവസ്ഥ എന്തായിരിക്കും? പ്രൈസ് ദി ലോർഡ്. എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾ മനസ്സിൽ കണ്ടേ, ആരുണ്ട് ധൈര്യമായിട്ട് ഈ മരിച്ച 4 ദിവസമായ മനുഷ്യനെ ഉയർപ്പിക്കാൻ അതിനുള്ള ഒരു ദൈവശക്തിയുടെ അഭിഷേകമുള്ള ഒറ്റ ശുശ്രൂഷനെ കണ്ടെത്താനുണ്ടോ ലോകത്തിൽ? ഉണ്ടോ? ഇല്ല. അതായത് വിശുദ്ധ പാട്രിക്ക് 24 പേരെ, വിശുദ്ധനായ വിൻസെന്റ് ഫെറർ 28 മരിച്ചവരെ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ 7 മരിച്ചവരെ, സെയിന്റ് ആന്റണി 8 മരിച്ചവരെ ഒക്കെ ഉയർപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ 2 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞ് പാത്രത്തിൽ ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് മരിച്ചു. 2 വയസ്സുള്ള കുഞ്ഞ്. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അമ്മ ഓടി സെയിന്റ് ആന്റണി എന്ന ആ വൈദികന്റെ ഇടയിലേക്ക് വരിക, വിശുദ്ധനായ വൈദ്യനുണ്ട്, കൊണ്ടുവന്നിട്ട് നിലവിളിച്ചു, എൻ്റെ കുഞ്ഞ് വെള്ളത്തിൽ വീണ് മരിച്ചു. സെയിന്റ് ആന്റണി ആ കുഞ്ഞിനെ തലേ വെച്ച് ജീവൻ വരാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇതാ ആ കുഞ്ഞ് ജീവനിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവശക്തിയുടെ അസാധാരണ ദൈവപ്രവൃത്തിയുടെ ശുശ്രൂഷകൾ വെളിപ്പെടാതെ ഈ വരുന്ന കാലഘട്ടത്തിൽ, വരുന്ന യുഗത്തിൽ ഇവിടെ സുവിശേഷം അല്ലാതെ പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, റോമ 15:18-19, വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മ ശക്തിയാലും എന്നിലൂടെ ക്രിസ്തു പ്രവർത്തിച്ചവ ഒഴികെ ഒന്നിനെക്കുറിച്ചും എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കുവാനില്ല.
ഹല്ലേലൂയ. വാക്കാല്, പ്രവൃത്തിയാല്, അടയാളങ്ങളാൽ, അത്ഭുതങ്ങളാൽ, പരിശുദ്ധാത്മ ശക്തിയാൽ എന്നിലൂടെ ക്രിസ്തു പ്രവർത്തിച്ചവ ഒഴികെ ഒന്നിനെക്കുറിച്ചും എനിക്ക് പ്രസംഗിക്കുവാനില്ല, എനിക്ക് നിങ്ങളോട് പറയാനില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വിശുദ്ധ പാദ്രി പിയോ വലിയ വിശുദ്ധനാണ്. ഈ മഹാവിശുദ്ധനായ പാദ്രി പിയോ, അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഒത്തിരി അത്ഭുത രോഗശാന്തികളും സ്റ്റിഗ്മ ഉണ്ടായിരുന്നു, പഞ്ചക്ഷതം ഉണ്ടായിരുന്നു, വലിയ വിശുദ്ധനായിരുന്നു. ഒരിക്കൽ ഒരു പെൺകുട്ടിയെ, ജമ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ മാതാപിതാക്കന്മാർ ഈ വിശുദ്ധൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. പിയത്രൊൽച്ചിന എന്ന സ്ഥലം, ഇറ്റലിയിലെ അവിടെയാണ് ആശ്രമം. അവിടേക്ക് അവർ ട്രെയിനിന് വന്നിറങ്ങിയിട്ട് ഈ കുഞ്ഞിനെയായിട്ട് പാദ്രിയപ്പയുടെ അടുക്കൽ വന്നു. ഈ കുഞ്ഞിൻ്റെ പ്രശ്നം ഇതാണ്, ജമ്മയുടെ പ്രശ്നം. ഈ കുഞ്ഞിന് ജന്മന 2 കൃഷ്ണമണികളും ഇല്ല. 2 കൃഷ്ണമണികളും ഇല്ല ഈ കുഞ്ഞിന്. ഹല്ലേലൂയ. പാദ്രിയപ്പയുടെ അടുക്കൽ കൊണ്ടുവന്നു. മെഡിക്കൽ റിപ്പോർട്ടിൽ 2 കൃഷ്ണമണിയില്ല. പാദ്രിയപ്പയെ തൻ്റെ മുറിവുള്ള ആ കരം വെച്ച് ഈ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ ഈ ഭാഗത്ത് വെച്ച് പ്രാർത്ഥിച്ചു, കാഴ്ച കിട്ടുവാൻ വേണ്ടി. അത്ഭുതം നടക്കുകയാണ്. അത്ഭുതകരമായൊരു ദൈവപ്രവൃത്തി നടക്കുകയാണ്. കൃഷ്ണമണി സൃഷ്ടിക്കപ്പെടുന്നു. ഈ കുട്ടിക്ക് കാഴ്ച ലഭിക്കുകയാണ്. മെഡിക്കൽ റിപ്പോർട്ടിൽ ജന്മനാ കൃഷ്ണമണിയില്ല, പിന്നീട് കൃഷ്ണമണി സൃഷ്ടിക്കപ്പെട്ട് കാഴ്ച കിട്ടുന്ന ഒരത്ഭുതം. ജമ്മ എന്ന ആ മകൾക്ക് ദൈവം കാഴ്ച കൊടുക്കുക. അസാധാരണമായ ദൈവപ്രവൃത്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടോ അല്ലെ പഠിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ അറിവിൻ്റെ തലത്തിലോ ഉള്ള ഒരു പ്രഘോഷണമല്ല. അതുകൊണ്ടൊന്നും കാര്യമായിട്ടൊന്നും സംഭവിക്കാനായിട്ടില്ല. പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വെളിപ്പാടുകൾ പ്രസംഗിക്കപ്പെടുമ്പോഴാണ് ജനത്തിന് അനുഭവം ഉണ്ടാകുന്നത്, ജനത്തെ ദൈവം തൊടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ മുമ്പേ പറഞ്ഞ ഒരു കാര്യം മനസ്സിൽ നിങ്ങളിത് കണ്ടു നോക്കി. ഒരു വലിയ കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു ബോഡി കൊണ്ടുവന്ന് കഴിഞ്ഞാലത്തെ സ്ഥിതി എന്തായിരിക്കും? നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എന്താ ഐഡിയ കിട്ടിയത്? വല്ലാത്തൊരവസ്ഥയായിരിക്കും അല്ലേ? വല്ലാത്തൊരവസ്ഥയായിരിക്കും. എത്ര ടെൻഷനായിരിക്കും. ജ്ഞാനഗുരുവിൻ്റെ ടെൻഷൻ. ആകെ എല്ലാവരും ഒരു പ്രശ്നത്തിലായി പോകും, ഒരു വല്ലാത്തൊരവസ്ഥയിലായി പോകും. ശരിയല്ലേ? അപ്പം ഈ ഗിഫ്റ്റുള്ള, മരിച്ചവരെ ഉറപ്പിക്കാൻ ഗിഫ്റ്റുള്ള ഒരു വ്യക്തി ആണെങ്കിലോ, ബോഡി കൊണ്ട് വെച്ചാൽ വളരെ ഈസി ആയിട്ട് യേശുവിൻ്റെ നാമത്തിൽ എന്നിട്ട് പറഞ്ഞപ്പോൾ. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഗിഫ്റ്റുകൾ ഈ വിശുദ്ധന്മാർ മരിച്ചവരെ കുറിപ്പിച്ചോ? നമ്മൾ കണ്ണുടച്ച് വിശ്വസിക്കുക. ഞാൻ കണ്ണടച്ച് വിശ്വസിക്കുക മുഴുവൻ. പാദ്രി പിയോ ഇത്ര പേരെ ഉയർപ്പിച്ചു അല്ലേ? ഫ്രാൻസിസ് പവോള മരിച്ചുപോയവരെ ഉയർപ്പിച്ചു, പാർട്ടിക്ക് ഉയർപ്പിച്ചു. ഇതൊക്കെ നമ്മൾ വായിക്കും. നമ്മൾ കണ്ടാണോ? നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നിട്ട്? ഇല്ല. പക്ഷെ നമ്മളതെല്ലാം വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ തലങ്ങളിൽ അസാധാരണമായ ഒരു അഭിഷേകം കടന്നു വരേണ്ടിയിരിക്കുന്നു. ശക്തമായിട്ട് ഇതുപോലുള്ള വലിയ കൃപാവരങ്ങളുടെ ശുശ്രൂഷയാണ് നടക്കേണ്ടത്. അത് നടന്നിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഒരു കുഞ്ഞു പ്രഘോഷണം, ആളിലെ കുറേ തമാശയൊക്കെ പറഞ്ഞ് സുഖിപ്പിച്ച് ചിരിപ്പിച്ച് വിട്ടിട്ടൊന്നും ഒരു കഥയില്ല. ആ കാലമൊക്കെ പോയി. ഇന്നത്തെ യുവജനങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവരുടെ കൺമുമ്പിൽ അവര് അത്ഭുതങ്ങൾ കാണണം. ദൈവശക്തിയുടെ പ്രവൃത്തികൾ അവർ നേരിട്ട് കാണണം. ഹല്ലേലൂയ. കണ്ടാൽ അവർക്ക് നിഷേധിക്കാനായിട്ട് പറ്റില്ല. അസാധാരണമായ ദൈവ ശുശ്രൂഷകൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കും എതിർക്കാൻ പറ്റത്തില്ല. വിശ്വസിച്ചേ മതിയാവത്തുള്ളൂ. വലിയ ദൈവശക്തി നിറഞ്ഞ, ആത്മാവിൻ്റെ അഭിഷേക ശക്തി നിറഞ്ഞ ശുശ്രൂഷകളെ കർത്താവ് ഉയർത്തുവാനും ശുശ്രൂഷകരെ ദൈവം ഉയർത്താൻ വേണ്ടി വിശ്വാസികൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അസാധാരണമായ ദൈവശക്തിയുടെ നിറവുള്ള ശുശ്രൂഷകരെ പരിശുദ്ധാത്മാവ് ഉയർത്തി എങ്കിലേ സുവിശേഷവൽക്കരണം ഇനി ശക്തമായിട്ട് നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ആത്മാവിൻ്റെ അഭിഷേകം തരുന്നതിൻ്റെ ആദ്യ ലക്ഷ്യം എന്താണെന്നറിയാമോ? നമ്മളിലൂടെ സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ ദൗത്യം എന്താ? സുവിശേഷം ലോകത്തിന് നൽകുക എന്നുള്ളതാണ്. സുവിശേഷം ലോകത്തോട് പ്രസംഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. വിശ്വാസം, റോമ 10:17, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ക്രിസ്തു പ്രസംഗിക്കപ്പെടണം, ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കപ്പെടണം. ക്രിസ്തു എന്ന വ്യക്തിയെ കുറിച്ച് പ്രസംഗിക്കപ്പെടുമ്പോഴാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിക്കുന്നത്. മാനവരാശിയുടെ ഏക സത്യദൈവം യേശുക്രിസ്തുവാണെന്നും മറ്റൊരു രക്ഷകൻ ഇല്ലെന്നും ലോകം എമ്പാടും പ്രഘോഷിക്കപ്പെടണം. യേശു അപ്പോസ്തലന്മാർ പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഈ സുവിശേഷം പ്രസംഗിക്കുക എന്ന ദൗത്യം നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. ഇടത്തെ ചെവിക്കായിരുന്നു പ്രശ്നം, കേൾവിയുടെ പ്രശ്നം. അത്ഭുതമായിട്ട് കർത്താവ് ഹീൽ ചെയ്തു. ആ സാക്ഷ്യം പങ്കുവയ്ക്കും. നമുക്ക് ആ സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് റീന, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സിബിജൻ. എനിക്ക് 4 മക്കളാണുള്ളത്. ഞാൻ കഴിഞ്ഞ ജൂൺ 19 ഇവിടെ വന്ന് ധ്യാനം കൂടുകയും അന്ന് ഓപ്പറേഷൻ ഉള്ളവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ഡോക്ടർ താഴെ നിന്നേച്ച് എന്നോട് ചോദിച്ചു, ഈശോ സൗഖ്യം തരുമെന്ന് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ സ്റ്റേജിൽ കയറി വരാൻ പറഞ്ഞു, വന്നു. അങ്ങനെ ബ്രദർ പറഞ്ഞു, ആ കേൾവിയുള്ള ചെവി അടച്ചു പിടിച്ചിട്ട് ബ്രദർ മൈക്ക് തന്നേച്ച് പറഞ്ഞു, ഞാൻ പറയുന്നതെല്ലാം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചിറ്റടി പല ഡോക്ടർമാരെയും കാണിച്ചു. 8 വർഷമായിട്ട് എനിക്ക് ഇങ്ങനെ ചെവിക്കല്ലിന് ദ്വാരം ഉള്ളതാണ്, ഇടത്തെ ചെവിയാണ്. അപ്പം 8 വർഷമായിട്ട് ഞങ്ങൾ ഓരോ ഡോക്ടർമാരെ മാറി മാറി കാണിച്ചപ്പോഴും അവരെല്ലാം പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് തന്നെയാണ്. അപ്പം ഞങ്ങളിപ്പോൾ ചിറ്റടിയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ അതിനു മുമ്പ് ചെന്നപ്പോൾ പറഞ്ഞു, അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ ആഗസ്റ്റ് ചെല്ലുമ്പം ഡോക്ടർ ഓപ്പറേഷൻ്റെ ഡേറ്റ് പറയും, അത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്ന് വെച്ചാൽ 3 മാസം റെസ്റ്റ് എടുക്കണം, എന്നാലും ഇത് നിൽക്കുമെന്ന് ഉറപ്പില്ല, നമ്മളൊരു തുമ്മിയാൽ ഇത് പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇവിടെ വന്ന് ധ്യാനം കൂടിക്കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, ഇനി ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഓപ്പറേഷൻ്റെ തുക എത്രയായിരുന്നു? 75,000. 75,000 രൂപ ആയിരുന്നു ഈ ചെവിയുടെ ഓപ്പറേഷന് പറഞ്ഞിരുന്നത്. അത്ഭുതകരമായിട്ട് കഴിഞ്ഞ ധ്യാനത്തിൽ കർത്താവ് തൊട്ടു, സൗഖ്യമാക്കി. ഈ മകളുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചു. സാമ്പത്തിക മേഖലയിലും കർത്താവ് അനുഗ്രഹിച്ചു. വലിയ സൗഖ്യം ദൈവമഹത്വത്തിനായിട്ട് സംഭവിച്ചു. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അന്ധന്മാർ കാണും, ചെകിടർ കേൾക്കും, തളർവാതിലുകൾ എണീറ്റ് നടക്കും, അത്ഭുതങ്ങൾ നടക്കും. യേശു ക്രിസ്തു ഇന്നും അജയ്യനായിട്ട് ജീവിക്കുന്നു. അവൻ ഇവിടെയുണ്ട്. അവൻ ശക്തനായ ദൈവമാണ്. ഈശോയ്ക്ക് നല്ലൊരു കയ്യടി, നല്ലൊരു കയ്യടി. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായില്ലേ? സന്തോഷമായി. ആരാ സൗഖ്യം നൽകിയത്? ഈശോയാണ് സൗഖ്യം നൽകിയത്. ഈശോയ്ക്ക് മഹത്വം. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.